നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിച്ചു. ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. എനിക്കത് കേട്ടപ്പോൾ എന്താ പറയുക, ഒരുപാട് ആകാംക്ഷ തോന്നി. അങ്ങനെ ഞാനത് ആ കഥ ശരിക്കും ഒന്ന് അറിയാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്കത് അറിഞ്ഞറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും വളരെ വലിയൊരു മോട്ടിവേഷനായി. അതുപോലെ തന്നെ ഒരുപാട് മനസ്സിന് ഫീലിങ്സും കൂടി തന്നു. എന്തായാലും ആ കുട്ടിയുടെ പേര് കുട്ടൻ എന്നാണ്. കോട്ടയം ജില്ലയിൽ ഉഴവുറന്ന സ്ഥലത്താണ് ആ കുട്ടി ജനിച്ചത്. നമ്മുടെ കോട്ടയത്ത് തന്നെ കുറിച്ചിത്താനം സ്കൂളിൽ ആണ് ആ കുട്ടി പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലേക്ക് ചേർത്തു കുട്ടിയെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും. 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു. കൃത്യമായ വസ്ത്രം പോലും കൃത്യമായ ആഹാരം പോലും ഇല്ലാഞ്ഞിട്ടും ഒരു ക്ലാസ് പോലും കുട്ടൻ മുടക്കാറില്ല. അങ്ങനെ ഇരിക്കെ ക്ലാസ്സിൽ കുട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ കുട്ടൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കുട്ടൻ്റെ കൂടെ വരുന്ന കൂട്ടുകാരെല്ലാവരും ഹൈ ആയിട്ടുള്ള കുട്ടികളാണ്. അവരുടെ വസ്ത്രങ്ങളാണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ആഹാരമാണെങ്കിലും അത് കുട്ടനെ അതിശയിപ്പിക്കാറില്ല. കാരണം കുട്ടന് വയറ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. കുട്ടൻ്റെ വീടിൻ്റെ അവസ്ഥയെല്ലാം കുട്ടൻ അറിയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ബാബു പറഞ്ഞു, ഇന്ന് നീ സ്കൂള് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പോയാൽ മതി. അപ്പോൾ കുട്ടൻ പറഞ്ഞു, താമസിക്കില്ലേ, കുഴപ്പമില്ല, വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ ക്ഷണം സ്വീകരിച്ച് കുട്ടൻ വീട്ടിൽ പോയി. ബാലുവിൻ്റെ വീട്ടിൽ പോയി വീടെല്ലാം കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു, പോന്നു. പിറ്റേ ദിവസം ക്ലാസ്സിലെത്തി. പിന്നെയും പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നു. 1, 2, 3 ദിവസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് ടീച്ചർ വന്നു. കുറച്ചു നേരം അവർക്ക് ക്ലാസ് എടുത്ത് സംസാരിച്ചതിന് ശേഷം ടീച്ചർ കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് പഠിച്ച് എന്താവണം? അങ്ങനെ ചോദിക്കുമ്പോൾ ഓരോ കുട്ടികളും ഡോക്ടറാകണം, ടീച്ചറാകണം, പോലീസാകണം, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറിൻ്റെ മക്കൾ, എനിക്ക് അച്ഛനെ പോലെ ഡ്രൈവറാകണം. അങ്ങനെ ചോദിച്ച് വന്നപ്പോഴത്തേക്കും കുട്ടനോട് ചോദിച്ചു, നിനക്ക് ആരാവണം? കുട്ടൻ എണീറ്റ് നിന്ന് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ജന്മത്തിലാണെങ്കിൽ പോലും എനിക്ക് ബാലുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതിയായിരുന്നു. അത് കേട്ടതും ടീച്ചർ ചോദിച്ചു, അതെന്തു പറ്റി ഇന്നേ അങ്ങനെ പറഞ്ഞത്? ടീച്ചർ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി അവൻ്റെ വീട്ടിൽ വളരെ ഭംഗിയുള്ള പാത്രത്തിൽ അവൻ്റെ പട്ടിക്ക് ഭക്ഷണം വെച്ച് കൊടുത്തേക്കുന്നത് കണ്ടു.